നമസ്കാരം. ലേണിംഗ് നോക്കിൽ നിന്ന് HSA ഫിസിക്കൽ സയൻസിന് ആവശ്യമായ അയോണിക ബന്ധനം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് രാസബന്ധനം എന്താണെന്ന് നോക്കാം. വ്യത്യസ്ത രാസ സ്പീഷീസുകളിലുള്ള വിവിധ തരം ഘടകങ്ങളെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന ആകർഷണ ബലമാണ് രാസബന്ധനം. അതായത് ഒരു വ്യൂഹം സ്ഥിരത ആർജിക്കുന്നതിനായിട്ട് അതിൻ്റെ ഊർജം കുറച്ചുകൊണ്ട് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു. ഒരാറ്റത്തിലെ രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ബാഹ്യതമ ഇലക്ട്രോണുകളെയാണ് നമ്മൾ സംയോജക ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഏറ്റവും സ്ഥിരതയുള്ള ന്യൂക്ലിയസായ ഹാലജനുകൾക്ക് 8 സംയോജക ഇലക്ട്രോണുകളാണുള്ളത്. അവയെ അഷ്ടകം എന്നാണ് പറയുന്നത്. ആറ്റങ്ങൾ സ്ഥിരത കൈവരിക്കുന്നതിനായി അഷ്ടകം പൂർത്തിയാക്കുന്നത് രാസബന്ധനത്തിലൂടെയാണ് എന്ന് പ്രസ്താവിച്ചത് ലൂയിസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ആറ്റങ്ങൾ അഷ്ടകം പൂർത്തീകരിക്കുന്നതിനായി ഇലക്ട്രോൺ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കുന്നു. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആറ്റങ്ങൾ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണായും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റങ്ങൾ നെഗറ്റീവ് ചാർജുള്ള ആനിയോണായും മാറുന്നു. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള സ്ഥിത വൈദ്യുതാകർഷണ ബലമാണ് അയോണിക ബന്ധനം എന്നറിയപ്പെടുന്നത്. രാസബന്ധനവുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക സിദ്ധാന്തം 1916 ലൂയിസ് കോസൽ എന്നിവർ ആവിഷ്കരിച്ചു. ഇതനുസരിച്ച് ആറ്റങ്ങൾ സംയോജിക്കുമ്പോൾ അവയുടെ ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക സംവിധാനം പൂർത്തിയാക്കുന്നതിനായി സംയോജക ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യും. ഇത് അഷ്ടക നിയമം എന്നും അറിയപ്പെടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം കൂടിയ ആറ്റങ്ങളാണ് അയോണിക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. ഒരു അയോണിലുള്ള യൂണിറ്റ് ചാർജിൻ്റെ എണ്ണമാണ് വൈദ്യുത സംയോജകത അഥവാ ഇലക്ട്രോ വാലൻസി. ലോഹ ആറ്റങ്ങൾ കാറ്റയോണുകളായും അലോഹ ആറ്റങ്ങൾ ആനയോണുകളായും കാണപ്പെടുന്നു. അയോണിക സംയുക്തങ്ങളുടെ രൂപീകരണം പ്രാഥമികമായി ആശ്രയിക്കുന്നത് ന്യൂട്രൽ ആറ്റങ്ങളിൽ നിന്ന് പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും ഉണ്ടാകാനുള്ള എളുപ്പം, പരൽ രൂപത്തിലുള്ള സംയുക്തത്തിൻ്റെ ജാലികയിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ക്രമീകരണം എന്നിവയെയാണ്. അയോണിക സംയുക്തങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവ കടുപ്പമുള്ളവയും മർദ്ദം നൽകുമ്പോൾ പൊട്ടുന്നവയുമാണ്. പരൽ ഘടനയും ത്രിമാനതല ക്രമീകരണവുമുണ്ട്. അവയ്ക്ക് ഉയർന്ന തിളനിലയും ദ്രവണാങ്കവുമുണ്ട്. ഇവ ജലത്തിൽ ലയിക്കുന്നു. ഖരാവസ്ഥയിൽ ഇവ നല്ല ഇൻസുലേറ്ററുകളാണ്. എന്നാൽ ഉരുകുകയോ വെള്ളത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ അവ വൈദ്യുതിയെ കടത്തിവിടുന്നു. അയോണിക സംയുക്തങ്ങളുടെ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കുന്ന വിധം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഓൾ.